നമസ്കാരം. മറാത്ത സൈനിക ഭൂപ്രദേശത്തിന്റെ ഭാഗമായ തമിഴ്നാട്ടിലെ ജിഞ്ചിക്കോട്ടയ്ക്ക് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇത് സംബന്ധിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ഇട്ടിട്ടുണ്ട്. കിഴക്കിന്റെ ട്രോയ് എന്നറിയപ്പെടുന്ന ജിഞ്ചിക്കോട്ടയെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി ഉൾപ്പെടുത്തിയതിൽ ഏറെ സന്തോഷിക്കുന്നതായി സ്റ്റാലിൻ കുറിക്കുന്നു. തമിഴ്നാട്ടിലെ ഗ്രേറ്റ് ലിവിംഗ് ചോള ക്ഷേത്രങ്ങൾ, മാമല്ലപുരത്തെ സ്മാരകങ്ങൾ, നീലഗിരി പർവ്വത റെയിൽവേ, പശ്ചിമഘട്ടം എന്നിവയ്ക്ക് പുറമെയാണ് ഈ കോട്ടയും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തമിഴ്നാടിനും അതിന്റെ സാംസ്കാരിക പൈതൃകത്തിനും അഭിമാനകരമായ നിമിഷമാണിതെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. പാരീസിൽ നടന്ന ലോക പൈതൃക സമിതിയുടെ 47ാമത് സെഷനിലാണ് ജിഞ്ചിക്കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക ഇടമായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത്. ഈ അംഗീകാരം കോട്ടയ്ക്ക് ആഗോള പ്രശംസ നേടിക്കൊടുക്കുകയും മേഖലയിലേക്കുള്ള അന്താരാഷ്ട്ര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും വഴിയൊരുക്കുമെന്നാണ് നിലവിലെ നിഗമനങ്ങൾ. മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമായി 12 കോട്ടകളാണുള്ളത്. ഇതിൽ ഒരെണ്ണം തമിഴ്നാട്ടിലും 15 മഹാരാഷ്ട്രയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ അംഗീകാരത്തിനായി മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പിനെ 2024 ജനുവരിയിൽ കേന്ദ്ര സർക്കാരാണ് നാമനിർദ്ദേശം ചെയ്തത്. 18 മാസത്തിലധികം നീണ്ടുനിന്ന വിലയിരുത്തലും പഠനങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോഴത്തെ അംഗീകാരം. നാമനിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മോണ്യുമെന്റ്സ് ആൻഡ് സെന്ററുകളിൽ നിന്നുള്ള വിദഗ്ധർ കോട്ട സന്ദർശിച്ചു. ജിഞ്ചിക്കോട്ടയ്ക്കുള്ള നോമിനേഷൻ ഡോസിയറും അതോടൊപ്പം മാനേജ്മെന്റ് പ്ലാനും തയ്യാറാക്കിയത് ഒരു ഇന്റർ ഡിസിപ്ലിനറി ഓർഗനൈസേഷനായ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോർ നേച്ചർ, ആർട്സ് ആൻഡ് ഹെറിറ്റേജ് ആണ്. ലോക പൈതൃക കൺവെൻഷന് വേണ്ടിയുള്ള യുനെസ്കോയുടെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഈ ഡോക്യുമെന്റേഷൻ തയ്യാറാക്കിയത്. കൂടാതെ ചരിത്രപരമായ പ്രാധാന്യം, സംരക്ഷണ നില, സംരക്ഷണ സംവിധാനങ്ങൾ, ദീർഘകാല മാനേജ്മെന്റ് പദ്ധതികൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾപ്പെടുന്നു. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജിഞ്ചിക്കോട്ട 1200 ഏക്കറോളം ഒരു കോനാർ രാജവംശത്തിലെ അനന്തകോനാണ് നിർമ്മിച്ചത്. രാജഗിരി, കൃഷ്ണഗിരി, ചന്ദ്രഗിരി എന്നീ 3 പാറക്കെട്ടുകൾക്ക് കുറുകെയാണ് ഇത് നിലകൊള്ളുന്നത്. ശക്തമായ പ്രതിരോധത്തിനും തന്ത്രപരമായ രൂപകൽപ്പനയ്ക്കും പേരുകേട്ടതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറാത്തകൾ, മുഗളന്മാർ, നവാബുകൾ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ എന്നിവർ ഉൾപ്പെടെ നിരവധി രാജവംശങ്ങളുടെയും കൊളോണിയൽ ശക്തികളുടെയും കൈകളിലൂടെ ഇത് കടന്നുപോയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ TV.